ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം ചെറിയൊരു ജലദോഷം, ഒരു കരിപ്പൊട്ടിയിരുന്നു. കരിപ്പൊട്ടിയും കുറച്ച് തുളസിയും കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കാപ്പിക്ക്. എനിക്ക് മിക്കപ്പോഴും ജലദോഷം വരുമ്പോൾ ഞാൻ ഇതായിട്ടാറ്. നല്ല എഫക്റ്റീവാണ് എനിക്കിത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കി, ഉള്ളിക്കറി ഉണ്ടാക്കി, എല്ലാവരെയും കഴിപ്പിച്ചു. അവരെല്ലാം ഒരു സൈഡാക്കി മാറ്റി. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇന്നലെ തമിഴ്നാട് വരെ പോയിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോയതാണ്. അവർക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടുന്ന് കുറേ മീനും ഞൊങ്ങും പിന്നെ ശർക്കര, കരിപ്പൂട്ടി ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇതൊക്കെ കൊടുത്തത് അവിടെയുള്ളൊരു തമിഴ് ഫാമിലിയാണ്. അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ കേട്ടോ. നമ്മളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അവർ സൽക്കാരം ഭയങ്കരമാണ് അവരുടെ. അപ്പോൾ ഈ കാണുന്ന നാരങ്ങയും കുക്കുംബറും മിക്ക സാധനങ്ങളും അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഏക്കർ കണക്കിന് സ്ഥലം ഇതുപോലെ കൃഷി ചെയ്യാൻ ഇട്ട് നല്ല ഭംഗിയാണെന്ന് പറയുന്നത് കാണാൻ. ഇത് റോഗു ഫിഷ്, അത് ക്ലീൻ ചെയ്ത് എടുത്ത കേട്ടോ. ഇതും അതേപോലെ തന്നെ വലിയൊരു വെള്ളക്കെട്ട് മാതിരി, വെള്ളക്കെട്ടാന്ന് പറഞ്ഞത്, വെള്ളക്കെട്ട് മാതിരി ഉണ്ടാക്കിയിട്ട് അതിൽ കൃഷി ചെയ്ത് എടുക്കുന്ന മീനാണ്. അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്ത് ഉച്ചക്കലത്തേന് വറുത്തു. അതെല്ലാം കൂട്ടി എല്ലാവരും കൂടെ ചോറ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് കൂട്ടുകാരൻ വന്നു. വയറ് നിറച്ച് ബ്രെഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇവിടെ ഇരിപ്പായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറും. ആദ്യമൊക്കെ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഇത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭയങ്കര സ്നേഹം, അത് കഴിയുമ്പോൾ ബൈ എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. പിന്നെ നമ്മൾ അടുത്തോട്ട് ചെല്ലാനേ പറ്റില്ല. വൈകിട്ടായപ്പോഴത്തേന് ഏട്ടൻ പോയി ഒരു നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ കടയിൽ നിന്ന് കേട്ടോ. അത്യാവശ്യം അവർ നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത്. 2 പേർക്ക് നല്ലതായിട്ട് കഴിക്കാം. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ബൈ.